അഫീറത്തുൽ ആബിദ റളിയല്ലാഹു തആല അൻഹ മറ്റൊരു മഹദി. ഈ മുആദ മഹദിയെ കുറിച്ച് പറയുന്നുണ്ട്. മരണം ആസന്നമായപ്പോൾ മുആദ ബിവി റളിയല്ലാഹു അൻഹ മരണമാസന്നമായപ്പോൾ ചിരിക്കുകയും കരയുകയും ചെയ്തിട്ടുണ്ട്. ആദ്യം കരഞ്ഞു, പിന്നെ അങ്ങ് ചിരിച്ചു. അപ്പൊ മരണാസന്നമായി കൊണ്ടിരിക്കുകയാണ്. മുആദ ബീവിയോട് ചോദിച്ചു, ഇവര് താബിഈയത്താണ്, സ്വഹാബിയത്തല്ല. എന്തിനാണ് നിങ്ങൾ ബക്കൈതി സുമ്മ ദഹക്തി, മുആദ നിങ്ങൾ കരഞ്ഞുവല്ലോ പിന്നെ ചിരിച്ചുവല്ലോ. ഫമിമ്മൽ ബുകാഉ വമിമ്മൽ ദഹക്, എന്തിനാണ് നിങ്ങൾ ചിരിച്ചത്, എന്തിനാണ് കരഞ്ഞത്, ഒന്ന് പറഞ്ഞു തരാൻ കഴിയുമോ? അപ്പൊ മെല്ലെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. സക്കറാത്തിൽ കിടക്കുന്ന മഹദി, യാ അല്ലാഹ്, ഞാൻ കരഞ്ഞത് ദകർതു മുഫാറഖത സുയാം, ഈ ലോകത്തോട് വിട പറയുമ്പോൾ ഇനി നോമ്പെടുക്കാൻ കഴിയില്ലല്ലോ എന്ന് ഞാൻ ഓർത്തുപോയി. വസ്വലാ, നിസ്കരിക്കാൻ കഴിയില്ലല്ലോ എന്ന് ഓർത്തുപോവുകയാണ്. അപ്പോഴെനിക്ക് സങ്കടം തോന്നി. എന്നോടൊരാൾ പറഞ്ഞു, രാത്രിയാവാൻ കൊതിയാണിപ്പോ, തഹജ്ജുദ് നിസ്കരിക്കാലോ എന്ന് വിചാരിച്ചിട്ട് രാത്രിയാവാൻ കൊതിയൂറി നടക്കുകയാണ്. അതൊക്കെ ഒരു വലിയ ഈമാനിന്റെ വാക്കാണ്. അള്ളാഹു നമുക്കൊക്കെ ആ ആനന്ദം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. രാത്രിയാവാൻ കൊതിച്ച് പകല് മുഴുവൻ രാത്രിയുണ്ടല്ലോ, എനിക്ക് അള്ളാഹുവിനോടൊന്ന് തുറന്ന് സംസാരിക്കണം, എനിക്ക് റബ്ബിന്റെ മുമ്പിൽ എന്റെ വിഷയം രാത്രി വരുന്നുണ്ടല്ലോ. അൽഹംദുലില്ലാഹ്. എന്താണ് പറയണത് മുഅ്മിനെ? ഒരു തലശ്ശേരിയുള്ള ഒരാളാണ് പറഞ്ഞത്, യാ അല്ലാഹ്, നമുക്കൊക്കെ അള്ളാഹു ഈമാൻ നൽകട്ടെ. എന്താണ് പറയുന്നതൊക്കെ? സത്യസന്ധമായിട്ട് പറയാം, വേറൊന്നും കിട്ടാനൊന്നുമില്ലല്ലോ, ആരും അറിയിക്കാനൊന്നും അല്ലല്ലോ. അത് തഹജ്ജുദിനൊരു ആനന്ദം വരുന്നു. ഞാൻ കരഞ്ഞത് ദകർതു മുഫാറഖത സുയാമി വസ്സലാത്തി വദ്ദിക്രി, ഇനി അല്ലാഹുവിനെ സുബ്ഹാനല്ലാഹ് പറയാൻ എന്റെ നാവ് കൊണ്ട് കഴിയില്ലല്ലോ. മരിക്കല്ലേ, സ്വലാത്തിന്റെ മജ്ലിസിൽ ഇനി ഇരിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ കരയാൻ തുടങ്ങിയത്, കൊണ്ടാണ് ഞാൻ കരഞ്ഞത്. പിന്നെ ഞാൻ ചിരിക്കാൻ കാരണം, ഇന്നി നളർതു ഇലാ അബി സുഹ്ബാ, ഞാൻ മരിക്കാൻ പോകുന്ന ഈ നേരത്ത് എന്റെ ഭർത്താവ് അബു സുഹ്ബാ, അതായത് സുലത്ത് ബിൻ അശിയം റഹ്മത്തുള്ളാഹി അലൈഹി, സുഹ്ബാഇന്റെ ഉപ്പ, എനിക്ക് അബു സുഹ്ബാഇനെ കാണാൻ കഴിഞ്ഞു. മരിക്കുമ്പോൾ അങ്ങനെ കാണാൻ കഴിയുന്ന, മരിച്ചു കഴിഞ്ഞാൽ അതിലേറെ കാണും. മലക്കുകളെ മരിക്കാൻ പോകുന്ന ഒരാൾ കാണുന്ന, മരിച്ചാൽ അതിലേറെ കാണും. മുൻകർ നക്കീർ അലൈഹിസ്സലാമിനെ കാണൂലേ? ജനാസ അനുഗമിക്കുമ്പോൾ മലക്കുകളെ കാണും മയ്യത്ത്. പരിശുദ്ധ നബി തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മരണം ശരിക്കങ്ങ് ദേഹത്തിൽ കയറി തുടങ്ങിയാൽ കാണാത്ത ലോകങ്ങൾ കാണും. അത് വിഭ്രാന്തിയല്ല, മാനസിക അവസ്ഥ നിലതെറ്റലൊന്നുമല്ല. അത് നബി തങ്ങൾ പറഞ്ഞു, മനുഷ്യന് കാണാൻ കഴിയും, നിങ്ങൾക്ക് കാണാൻ കഴിയും, നിഷേധിക്കുന്നതൊക്കെ കണ്ണുകൊണ്ട് കാണാൻ കഴിയും. അബു സുഹ്ബാഇനെ ഞാൻ കണ്ടു. ഖദ് അഖ്ബല ഫീ സുഹ്നി ദാരിൻ അലൈഹി ഹുല്ലതാനി ഖുദ്റാൻ, നല്ല മനോഹരമായ ഒരു വീടിന്റെ മുന്നിൽ എന്റെ ഭർത്താവ് മരണപ്പെട്ടു പോയ ഷഹീദായ സുലത്ത് ബിൻ അശിയം തങ്ങൾ അബു സുഹ്ബാ മനോഹരമായ 2 പച്ച പുതപ്പ് ധരിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടു. വകാന ഫീ നഫരിൻ, എന്റെ ഭർത്താവിന്റെ ചുറ്റും വേറെയും ഒരുപാട് ആളുകളുണ്ട്. വല്ലാഹി മാ റഅയ്തു ലഹും ഫിദ്ദുന്യാ ശബഹ, ഈ ലോകത്ത് കാണുന്ന ഒരു മനുഷ്യരെ പോലെയുമല്ല, അത്രമേൽ സൗന്ദര്യമുള്ള ഒരു കൂട്ടം ആളുകൾക്കിടയിൽ എന്റെ ഭർത്താവ് മനോഹരമായ ഒരു വീടിന്റെ മുന്നിൽ നല്ല മനോഹരമായ 2 പച്ച പുതപ്പ് പുതച്ച് നിൽക്കുന്ന സന്തോഷത്തിന്റെ മുഖം ഞാൻ കണ്ടു. എനിക്ക് ഉറപ്പാവുകയാണ്, എന്നെ സ്വർഗലോകത്തേക്ക് കൊണ്ടുപോകാൻ വിളിക്കാൻ വന്ന പോലെ. അതുകൊണ്ടാണ് ഞാൻ ചിരിച്ചത് എന്ന് മുആദത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹാ. അല്ലാഹു നമുക്കൊക്കെ ഹുസ്നുൽ ആഖിബത്ത് അല്ലാഹു തരട്ടെ, ഹുസ്നുൽ ഖാതിമ, മരിക്കുമ്പോൾ നല്ല നിലയ്ക്ക് മരിക്കാനുള്ള ഭാഗ്യം അല്ലാഹു തരട്ടെ. സിനിമ പാട്ടും പാടി നടന്നാൽ അത് പാടിയിട്ടായിരിക്കും മരിക്കുക. സിനിമ ഇഷ്ടപ്പെടുന്ന ആളുകൾ സിനിമ കണ്ടിട്ട് ഇങ്ങനെ റിമോട്ട് ഓഫാക്കാൻ പറഞ്ഞിട്ട് ആകാരം മരിക്കുക. യമൂതുൽ അബ്ദു അലാ മാ കാന അലൈഹി, കള്ളുടിയന്മാരത് കുടിച്ചിട്ടായിരിക്കും മരിക്കുക. വ്യഭിചാരികൾ വ്യഭിചരിച്ചിങ്ങനെ കിടക്കുന്ന, ജനാബത്ത് പോലും കുടിച്ചിട്ടുണ്ടാവില്ല, അപ്പോഴായിരിക്കും മരിക്കുക. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. തിന്മ ചെയ്യുന്നവർ, സ്ഥിരം കൊണ്ടു നടക്കുന്നവർ ആ തിന്മയിലായിട്ടാണ് മരിക്കുക. സജ്ജനങ്ങൾ നന്മ ചെയ്യുന്നവർ ആ നന്മയിലായിട്ടാണ് മരിക്കുക.
യുഹ്ശറു അലാ മാ മാത അലൈഹി, എങ്ങനെ മരിച്ചുവോ അങ്ങനെയാണ് അല്ലാഹുവിന്റെ അടുത്തേക്ക് പുനർജന്മം നൽകപ്പെടുന്നത്. നാളെ ഇങ്ങനെ ആടിങ്ങനെ വരുന്ന ആൾക്കാരുണ്ടാവും, 4 കാലിൽ. ദുനിയാവിൽ കള്ളുടിച്ച് മരിച്ചതാണ്, വരാൻ കാണാൻ കഴിയും. എങ്ങനെ ഇവിടെ മരിച്ചു അങ്ങനെയാണ് പുനർജന്മം അല്ലാഹു നൽകുന്നത്. മഅദല്ലാഹ്, അല്ലാഹു സ്വാലിഹീങ്ങൾക്ക് നൽകുന്ന പുനർജന്മം അല്ലാഹു നമുക്കും നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹദി റളിയല്ലാഹു തആല അൻഹ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന നേരത്തെ മഹദി ജീവിതത്തിന്റെ ആനന്ദം ഏത് വഴിയിലൂടെയാണെന്ന് പറഞ്ഞു. എന്റെ ഭർത്താവ് ഷഹീദാണ്, സുലത്ത് ബിൻ അഷ്യം എന്നവര് ലോകത്തോട് വിട പറഞ്ഞതിൽ പിന്നെ മഹദി റളിയല്ലാഹു അൻഹു ഒരു തലയണ വെച്ച് ഉറങ്ങിയിട്ടില്ലത്രേ. മകളോട് പറഞ്ഞു, അത് മുലകുടി ബന്ധമുള്ള ഒരു മോളാണ്, അവരോട് പറഞ്ഞു, മോളെ വല്ലാഹി യാ ബുനയ്യ, എന്റെ മോളെ, എന്റെ ഭർത്താവിന്റെ മരണശേഷം ഞാൻ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നത് നല്ല ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ ഇവിടെ ആസ്വദിക്കാനോ അല്ല, പക്ഷേ ഞാൻ ജീവിക്കാൻ ഇനി ഇഷ്ടപ്പെടുന്നത് അല്ലാഹുവിലേക്ക് വസീലകളിലൂടെ അല്ലാഹുവിലേക്ക് അടുക്കാനാണ്. ജീവിച്ചിരിക്കുമ്പോഴല്ലേ നന്മ ചെയ്യാൻ കഴിയുകയുള്ളൂ. ലഅല്ലഹു യജ്മഉനി വബൈന അബിസ്സുഹ്ബാ വവലദിഹി ഫിൽ ജന്ന, നാളെ സ്വർഗ്ഗത്തിൽ അബുസ്സുഹ്ബാന്റെ കൂടെ എന്റെ മകന്റെ കൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാൻ ഞാനൊന്ന് അധ്വാനിക്കണ്ടേ, അതിനാണ് ഞാൻ വരുന്നത്, അതിനാ ഞാൻ ഇനി ജീവിക്കുന്നത്. മരിച്ചത് പുഞ്ചിരിച്ചുകൊണ്ട്. ഉമ്മമാരെ, നമ്മുടെ മക്കളൊക്കെ മദ്രസയിലേക്കെങ്കിലും ഒരു നല്ല രീതിയിൽ പറഞ്ഞയച്ച് അവർക്കൊരു സന്തോഷം വരുന്ന രീതിയിൽ അവരെ ഒരുക്കി കൊടുത്ത്. ഒരു കുട്ടി ഇങ്ങനെ മദ്രസക്ക് റബീഉൽ അവ്വലിൽ പ്രസംഗിക്കുന്ന ഒരു പ്രസംഗം കണ്ടല്ലോ, ഉമ്മമാരൊന്നും രാവിലെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണില്ല, ഞങ്ങൾക്ക് അടുക്കള മുമ്പ് സമരത്തിന് ഇറങ്ങാൻ പോവാന്നൊക്കെ പറഞ്ഞിട്ട് വളരെ അല്ലേ, എന്തൊരു നല്ലൊരു പവർഫുൾ സ്പീച്ചാണിത്. രാവിലെ കുട്ടിക്ക് ബിസ്ക്കറ്റും തണുത്ത ചായയും കൊടുത്തിട്ട് വിടുന്നത്. പിന്നെ എങ്ങനെ ഞങ്ങൾക്ക് ഉസ്താദിന്റെ വക 2 അടി വേറെയും, അങ്ങനെ ആകെ ഉറക്കം തൂങ്ങി ഉന്മേഷമില്ലാതെ മദ്രസക്ക് പോകുന്നത്. ഞങ്ങൾക്കൊരു നല്ല ഭക്ഷണന്മാരെ ഈ വാട്സപ്പൊക്കെ ഒന്ന് കൂട്ടിച്ചുണ്ടാക്കി തന്നൂടെ? ഇനിയും ഒരു നല്ല ചായയും കടിയും തരുന്നില്ലെങ്കിൽ ഞങ്ങൾ ഇനി അടുക്കളുടെ മുമ്പിൽ നിരാഹാര സമരം കിടക്കാൻ തന്നെ തീരുമാനിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരു കൊച്ചു കുട്ടിയുടെ ഒരു രസകരമായ ഒരു ഭാഷണം. അതൊക്കെ റബീഉൽ അവ്വലിന്റെ സമയത്തേ കിട്ടുള്ളൂ. അത് ഹറാമെന്ന് പറഞ്ഞിടന്നാൽ പിന്നെ ഇതൊന്നും കേൾക്കാനുള്ള അവസരം ഉണ്ടാവില്ല. അപ്പോ ഇതൊരു വലിയ മെസ്സേജാണ്. നമ്മൾ നമ്മുടെ ദീനിനോട് കാണിക്കുന്ന അഭിനിവേശം, അതിനോട് കാണിക്കേണ്ട സ്നേഹം, അത് കുറഞ്ഞു പോകുന്നതിന്റെ ഒരു ലക്ഷണമാണത്. സ്കൂളിലൊക്കെ പോകണമെങ്കിൽ ഷൂ ഒക്കെ കറക്റ്റ് തന്നെയല്ലേ, സോക്സ് എടുത്തില്ലേ, നിറം മാറിയിട്ടൊന്നുമില്ലല്ലോ, റൈറ്റ് ലെഫ്റ്റ് ഒക്കെ ഓക്കെ അല്ലേ, ബാഗ് എടുത്തോ, അതെടുത്തോ, ഇതെടുത്തോ, ബസ് വരാനായി ഇപ്പൊ തന്നെ പോയിരുന്നോ മദ്രസക്ക്? ആ കുട്ടി പല്ലും തേക്കണമെങ്കിൽ എഴുന്നേറ്റ് ഉമ്മ വന്നതും പോയതും വന്നതും ഉമ്മ അറിഞ്ഞിട്ടില്ല, അപ്പോഴൊക്കെ ഉമ്മ ഉറങ്ങാണ്. അങ്ങനത്തെ എത്ര വീടുകളുണ്ട് മുഅ്മിനെ, നമ്മൾ ആലോചിച്ച് നോക്കി. എന്താണെന്നറിയോ, നമുക്കതിന്റെ വില മനസ്സിലാവാത്തത്. ഒരു ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു പുതു മുസ്ലിം, അവരുടെ കൽബിലെ ഈമാനെങ്കിലും നമുക്ക് വേണമെന്ന് പറയാം. അവരുടെ കൽബിലെ ഈമാൻ എത്ര വലിയ ഈമാനാണ് അവർക്ക്. നമുക്കിതിനെ വെറുതെ കിടും. ഏതൊരു സാധനം വെറുതെ കൊടുത്താൽ വില ഉണ്ടാവില്ല എന്ന് പറഞ്ഞ വെറുതെ അല്ല അല്ലേ? നമുക്കത് വെറുതെ കിട്ടിയപ്പോൾ നമുക്ക് വില മനസ്സിലായിട്ടില്ല. ഇതിനൊക്കെ ദാഹിച്ച് നടക്കുന്ന ആളുകളുണ്ട് മുഅ്മിനീങ്ങളെ. അല്ലാഹു നമുക്ക് ഈമാനിന്റെ മധുരം അല്ലാഹു അറിയാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹുവിനോട് സ്നേഹമുണ്ടോ, നബിതങ്ങളോട് സ്നേഹമുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ ഒരുപാട് ആളുകൾ പറഞ്ഞു, ഞങ്ങൾക്ക് സ്നേഹമുണ്ട്, ഞങ്ങൾക്ക് സ്നേഹമുണ്ട്. അപ്പൊ അള്ളാഹു പറഞ്ഞു, എന്നാൽ ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഒന്ന് ടെസ്റ്റ് ചെയ്യട്ടെ, നിങ്ങൾക്ക് സ്നേഹമുണ്ടോ ഇല്ലേ എന്നറിയാൻ. സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചപ്പോ സ്നേഹമുണ്ടെന്ന് പറഞ്ഞ് അവകാശം പറഞ്ഞ് ഒരുപാട് ആളുകൾ വന്നപ്പോ, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബകും. അള്ളാഹിനോട് സ്നേഹമുണ്ടല്ലേ, എന്നാൽ ഫത്തബിഊനി, നിങ്ങൾ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിൻപറ്റണമേ, പിന്തുടരണമേ. അത് നിങ്ങൾ ചെയ്യുന്നുണ്ടോ? എന്നിട്ട് സ്നേഹം പറഞ്ഞാൽ അത് ശരിയാണ്. എന്താണ് സ്നേഹം? എന്താണ് സ്നേഹം? എന്താണ് പ്രേമം? എന്താണ് പ്രേമം, അനുരാഗം എന്ന് ചോദിച്ചാൽ അതിനൊരു ഡെഫിനിഷൻ കൊടുക്കാൻ കഴിയുമെങ്കിൽ മഹാനായ അബ്ദുല്ലാഹിൽ ഖുറശി തങ്ങൾ കൊടുത്തൊരു ഡെഫിനിഷൻ ഉണ്ട്. സ്നേഹം എന്താണ്? അൻതഹബ കുല്ലക ലിമൻ അഹ്ബബ്ത, നീ ഇഷ്ടപ്പെട്ട ആൾക്ക് നിന്നെ മുഴുവനായിട്ട് അങ്ങോട്ട് കൊടുക്കലാണ്. അതാണ് സ്നേഹം. നീ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് നിന്നെ മുഴുവനായിട്ടങ്ങ് കൊടുക്കുക. എന്ത് ചോദിച്ചാലും വാങ്ങിച്ചു കൊടുക്കുക, അങ്ങനെയാണ്.
എന്ത് ചോദിച്ചാലും കൊടുക്കുക. അപ്പൊ നിനക്കായിട്ട് ഒന്നുമില്ല, എല്ലാം അവർക്ക്. അതുകൊണ്ടാണ് അവര് പറഞ്ഞത് മഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ ഈസാറുൽ മഹ്ബൂബി അലാ ജമീഇൽ മസ്ഹൂബ്. നമ്മുടെ കയ്യിലുള്ള മുഴുവതിനേക്കാളും നമ്മുടെ പ്രേമഭാജനമാണ് വലുത് എന്ന് വിചാരിക്കലാണ്. അത് അള്ളാനെ പറ്റിയ വിചാരിക്കണം. ഉമ്മാനെ വാപ്പാനേക്കാളൊക്കെ വലുതിന്റെ കാമുകനാന്ന് പറഞ്ഞ് പോവലല്ല. ഇതൊക്കെ കടുത്ത നീതി നിഷേധവും നന്ദികേടുമാണ് മിനിമം പറഞ്ഞാൽ. ഏതോ രണ്ട് ചെറുപ്പക്കാർ ചെറിയ വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടു. നീ എന്താ അവിടെ ഓടിച്ചു കൊണ്ടുവരുന്നില്ലേ? എടോ, അവളുടെ സ്വന്തം ഉമ്മാനും വാപ്പാനും തള്ളി പറഞ്ഞ് എന്റെ കൂടെ വരിക എന്ന് പറഞ്ഞ ഓളെ ഞാൻ എങ്ങനെ വിശ്വസിക്കുന്നു അല്ലേ? നിങ്ങൾ കണ്ടോന്ന് അറിഞ്ഞില്ല. അതൊരു നല്ല മെസ്സേജാണ്. മാഷാ അല്ലാഹ്, അത് ചെയ്ത് നന്നായിട്ടുണ്ട്. ആ ഒരു മെസ്സേജ് കൊടുക്കണം. എന്താ, നിന്റെ കൂടെ സ്നേഹിച്ച് ഞാൻ ജീവിക്കാൻ ഒരുങ്ങുകയാണ്. ഈ 20 വയസ്സുള്ള മോള് സമപ്രായക്കാരനോ മുതിർന്നാളോ ആയ തന്റെ കാമുകനോട് പറയാൻ, എന്നാലേ ഞാൻ എൻ്റെ ആങ്ങളെയും പെങ്ങളെയും എൻ്റെ ഉമ്മാനും എൻ്റെ നാട്ടുകാരെയും എൻ്റെ മഹല്ലും എൻ്റെ മദ്രസയും എൻ്റെ പഠിച്ച സർട്ടിഫിക്കറ്റ് അതൊക്കെ ഞാൻ മാറ്റിവെച്ച് നിന്റെ കൂടെ വരാം. എന്നോട് പേര് ഇരുന്നോന്നാ പറയേണ്ടത്. നിന്റെ സ്വന്തം ഉമ്മയുടെ ഉപ്പയുടെ പൊരുത്തമില്ലാതെ നിന്റെ ഉമ്മയെയും ഉപ്പയെയും കണ്ണീരിലാഴ്ത്തി ആരെ നിനക്ക് സന്തോഷിപ്പിക്കാൻ കഴിയും? അവർ കണ്ണീര് കുടിക്കല്ലേ? ഓടിയവർ മുഴുവൻ തളർന്നിരിക്കുകയാണ്, ഓടിപ്പോയവർ മുഴുവൻ വേണ്ടില്ലായിരുന്നു എന്ന് ഒരാവേശമാണ്. ചിലതെങ്കിലും വശംവദരാക്കാൻ വേണ്ടി കൈവിഷം പോലെയുള്ള സിഹറുകൾ ചെയ്തുകൊണ്ടെങ്കിലും ഇണയെ അല്ലെങ്കിൽ തന്റെ കൂട്ടുകാരിയെ വശംവദരാക്കാൻ സിഹറ് പോലും ഉപയോഗിക്കുന്നുണ്ടെന്നാണ് അറിഞ്ഞത്. അങ്ങനെ പിന്നെ അവർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ആര് പറഞ്ഞാലും പിന്തിരിയൂല, എന്ത് ഉപദേശിച്ചാലും അവർക്ക് തിരിയില്ല. അതൊരു വലിയ അപകടമാണ്. അതിനവസരങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ. കുഴിയിൽ വീണിട്ട് വീഴണ്ടായിരുന്നു എന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല. അത് വീണു, എല്ലാവരും കണ്ടു. അങ്ങനെയാണ്. അത് വീഴാതെ സൂക്ഷിക്കുക. അതുകൊണ്ട് സ്നേഹം അള്ളാഹു നൽകിയ വഴികളിലൂടെ ആവട്ടെ, അത് അനധികൃതമായ വഴികളിലൂടെ പോവാതിരിക്കട്ടെ. അങ്ങനെ തന്നെ നമ്മൾ ചിന്തിക്കണം. മഹാനായ അബൂബക്കർ ഖത്താനി റഹ്മത്തുള്ളാഹി അലൈഹി സ്നേഹത്തിന്റെ ഒരു ഡെഫിനിഷൻ നൽകി മക്കയിലെ ഹറമിൽ നടന്ന ഒരു ചർച്ചയിൽ. മക്കയിൽ ഒരു ഹജ്ജിന്റെ സമയം മഹാന്മാരായ ആളുകൾ കൂടിയിരുന്ന് ഹറമിൽ ഒരു ചർച്ച നടക്കുകയാണ്. ഹറമിലെ ചർച്ച ഭയങ്കര രസകരമായ ചർച്ച. ജുനൈദുൽ ബഗ്ദാദി റഹ്മത്തുള്ളാഹി അലൈഹി അന്നൊരു ചെറിയ കുട്ടിയാണ്. അപ്പോ ഹറമിലുള്ള ചർച്ചയാണ്. നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇവിടുന്ന് അൽബേ കിട്ടുക, KFC ഇവിടെ കിട്ടുക എന്നൊക്കെ. ഹറമിൽ ചെന്നിട്ട് സുബ്ഹാനല്ലാഹ്, അവിടെ നിന്നെങ്കിലും വല്ല കാരക്കും വെള്ളം കുടിച്ച് ജീവിച്ചാ പോരെ. എന്നിട്ട് നിസ്കാരത്തിന് സഫിൽ ബാക്കിലാണ്, അൽബേക്കിന്റെ മുമ്പിൽ ആ ക്യൂലൊക്കെ പോയി ഇങ്ങനെ നിൽക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ചിക്കൻ തിന്നാൻ വേണ്ടിയിട്ട് ഹറമ് പോയതാ, ഉംറക്ക് കായും കൊടുത്തിട്ട്. ആ വിലപ്പെട്ട സമയം ഹറമിൽ ഇഅ്തികാഫിലിരുന്ന് ഒന്ന് ഖുർആൻ ഓതി അല്ലാഹുവിനോടൊന്ന് തൗബ ചെയ്ത് എന്നൊന്ന് കഴുകിത്താ റബ്ബേ. സ്വാലിഹീങ്ങളും ആബിദീങ്ങളും അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരും ഹാദിറാകുന്ന സ്ഥലമാണത്, 2 ഹറമുകൾ. അവിടെ ചെന്നിട്ടും നമ്മൾ ദുന്യവിയായ ചർച്ചകളിലാണ്. ജുനൈദുൽ ബഗ്ദാദി എന്ന കുട്ടിയാണ്. മഹാനായ അബൂബക്കറുൽ ഖത്താനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, അവിടെ കൂടിയ മശായിഖന്മാർ എന്താണ് സ്നേഹം, എന്താണ് പ്രേമം? അല്ലാഹുവിലുള്ള സ്നേഹം, അല്ലാഹുവിലുള്ള സ്നേഹം. നമ്മുടെ നാട്ടിലെ സിനിമകളൊക്കെ ഇങ്ങനെ ജാതി മതം നോക്കണ്ട, പ്രേമിച്ചോ, ഡ്രൈവറുടെ കൂടെ ഇറങ്ങിപ്പോയിക്കോ, ഇതൊക്കെ പഠിപ്പിച്ചു തരുന്നത്. അതാണ് നമ്മുടെ കുട്ടികൾ കാണുന്നത്, കേൾക്കുന്നത്. അതിന് ഹീറോവൽക്കരിക്കപ്പെടുകയാണ്. പിന്നെ അതങ്ങ് ചെയ്യുകയാണ്. കണ്ണും കാഴ്ചയും നിയന്ത്രിക്കാതെ സംസ്കാരം ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് അടിവരയിട്ടുകൊണ്ട് മനസ്സിലാക്കാം. അവർ മക്കയിലാണ്. അല്ലാഹു മക്കയെ ഹറമുകൾ അല്ലാഹു ഇസ്സത്തിലാക്കട്ടെ. ലോക രാജ്യങ്ങളിൽ അല്ലാഹു സമാധാനം പുനഃസ്ഥാപിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സ്നേഹം എന്താണ് അവർ ചർച്ച ചെയ്തു. എന്താണ് സ്നേഹം? എല്ലാവരും ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞു. സ്നേഹത്തിന്റെ ഡെഫിനിഷൻ. അന്ന് ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ കൊച്ചുകുട്ടിയാണ്. അവർ ചോദിച്ചു, ജുനൈദ്, നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? മഹാനവറുകൾ ഇറാഖിൽ നിന്ന് വന്ന ആളാണ്. ഇറാഖുകാരനെ നിങ്ങളുടെ കൈകളിലുള്ളത് എന്താണ്? ഒന്ന് തരൂ. ജുനൈദ്, സ്പീക്ക് ഔട്ട്. നിങ്ങളൊന്ന് പറയും, എന്താണ് സ്നേഹമെന്ന് പറയൂ. മഹാനവറുകൾ തല താഴ്ത്തി, കണ്ണുകൾ നനഞ്ഞു, എന്നിട്ട് തലയുയർത്തി. എന്താണ് സ്നേഹമെന്ന് പറയൂ എന്നാ പറഞ്ഞത്. തല താഴ്ത്തി, കണ്ണുകൾ നനഞ്ഞു, പിന്നെ കണ്ണുയർത്തിയപ്പോൾ ആ കണ്ണുകളിൽ വെള്ളമുണ്ട്. എന്നിട്ട് പറഞ്ഞു, ആരാണ് സ്നേഹിക്കുന്ന ആളെന്നറിയുമോ?
അബ്ദുൻ ദാഹിബുൻ അൻ നഫ്സിഹി മുത്തസിലും ബിദിക്രി റബ്ബി. ഇതാണ് പ്രേമം. ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കുക. ഈ പ്രേമമാണെങ്കിൽ നമുക്ക് നാളെ രക്ഷപ്പെടാം. സ്നേഹമെന്നത് സ്നേഹിക്കുന്ന ഒരാൾ സ്വന്തം ശരീരത്തിൽ നിന്ന് ഓടിപ്പോകുന്ന ഒരാൾ, മുത്തസിലും ബിദിക്രി റബ്ബിഹി, തന്റെ റബ്ബിന്റെ സ്മരണയിൽ എപ്പോഴും ബന്ധപ്പെട്ടിരിക്കുന്ന ഒരാൾ, സ്വന്തത്തിൽ നിന്ന് ഓടുകയും സ്രഷ്ടാവിൽ അഭയം പ്രാപിക്കുകയും ചെയ്യുന്ന ഒരാൾ, ഖായിമുൻ ബിഅദാഇ ഹഖൂഖിഹി, ആ ഒരുത്തൻ എന്തൊക്കെ ചെയ്യാൻ പറഞ്ഞോ അത് നിർവഹിക്കുന്നവൻ, നാദിറുൻ ഇലൈഹി ബിഖൽബിഹി, ആ രക്ഷിതാവിനെ കണ്ണുകൊണ്ട് നോക്കാൻ കഴിയുന്നവൻ, ഫഇൻ തകല്ലമ ഫബില്ലാഹ്, അവൻ സംസാരിക്കുന്നത് അല്ലാഹുവിനെ കുറിച്ചാണ്, അവൻ വാചാലനാകുന്നത് അല്ലാഹുവിനെ കുറിച്ചാണ്, അവൻ വാഹനമെടുക്കുന്നത് നടക്കുന്നത് ഓടുന്നത് അല്ലാഹുവിന്റെ വഴിയിലാണ്, അവൻ അടങ്ങിയിരിക്കുമ്പോഴും അവൻ അല്ലാഹുവിന്റെ കൂടെയാണ്, അവൻ അല്ലാഹുവിനോടൊപ്പം, അല്ലാഹുവിന് വേണ്ടി, അല്ലാഹുവിന്റെ കൂടെ. ഇതങ്ങ് പറഞ്ഞപ്പോൾ ഹജ്ജിന് വന്ന മക്കായിലെ സദസ്സിൽ ഒരുമിച്ച് കൂടിയ എല്ലാ മശായിഖന്മാരായ പണ്ഡിതന്മാരും അവിടെ കൂട്ടക്കരച്ചിലാണുണ്ടായത്. സ്നേഹത്തിന് ഇത്ര മനോഹരമായൊരു നിർവചനം കൊച്ചുപ്രായത്തിൽ നൽകിയ ജുനൈദുൽ ബഗ്ദാദി റഹ്മത്തുള്ളാഹി അലൈഹി. ഇതിലൊന്നും ഇനി കൂട്ടാനില്ല. സ്നേഹം വായ കൊണ്ട് പറയലല്ല, അത് നിർവഹിച്ചു കാണിക്കലാണ്. സുബഹി നിസ്കരിക്കാത്ത ഒരാൾക്ക് അള്ളാഹുവിനോട് സ്നേഹമുണ്ടെന്ന് എങ്ങനെ പറയാൻ കഴിയും? നിസ്കാരം ഖളാ ആക്കുന്ന ഒരാൾക്ക് അള്ളാഹുവിനെ ഇഷ്ടമുണ്ടെന്ന് എങ്ങനെ പറയാൻ കഴിയും? പറഞ്ഞ നേരത്തെ നമ്മൾ വന്നില്ലല്ലോ, അള്ളാഹ് പറഞ്ഞ നേരത്തെ നമ്മൾ അത് നിർവഹിച്ചില്ലല്ലോ. സ്വന്തം മാതാപിതാക്കളോട് പിണങ്ങുന്ന മക്കൾക്ക് അള്ളാഹുവിനോട് സ്നേഹമുണ്ടെന്ന് എങ്ങനെ പറയാൻ കഴിയും? ഉമ്മയും വാപ്പയും സ്വഭാവങ്ങൾ മോശക്കാരായിക്കോട്ടെ, അങ്ങനൊക്കെ ഉണ്ടാവുമല്ലോ. പെർഫെക്റ്റ് മാതാപിതാക്കളൊന്നും ഉണ്ടാവില്ല. മാതാപിതാക്കളും ചിലപ്പോൾ അവരുടെ സ്വഭാവത്തിലൊക്കെ മോശം ഉണ്ടാവും. എന്നാലും എന്റെ ഉമ്മയാണ് ഉപ്പയാണ്, അവരോട് നല്ല നിലക്ക് പെരുമാറാൻ അള്ളാഹ് പറഞ്ഞു അല്ലേ? നിസ്കരിക്കാൻ പറഞ്ഞില്ലേ? ഉമ്മയും വാപ്പി നന്നായി നിസ്കരിച്ചാൽ മതി എന്നാണോ? അല്ല, അവരെന്തോ ആകട്ടെ, നമുക്ക് നിസ്കരിക്കണം. അതുപോലെ ഉമ്മയോട് വാപ്പയോട് നന്മ ചെയ്യണം. അവർ എങ്ങനെ ആയിക്കോട്ടെ, അവർ നമുക്ക് ഉമ്മയാണ് ഉപ്പയാണ്. ഇങ്ങോട്ട് ദുൽമ ചെയ്യുന്ന ഉമ്മയും വാപ്പി ഉണ്ടാവും. സ്വന്തം മക്കളിൽ വേർതിരിക്കുന്ന ഉമ്മമാരുണ്ട്. ഒരു മോളെ വല്ലാത്ത ഇഷ്ടം, മോനെ തീരെ കണ്ടൂടാ, എന്താ ചെയ്യാ? ഒരു മോന്റെ കുട്ടിനെ തീരെ കണ്ടൂടാ, മോളെ കുട്ടിനെ വല്ലാത്ത സ്നേഹം, അല്ലെ തിരിച്ചും മറിച്ചും ഉണ്ടാവും. മോന്റെ കുട്ടിനെ മാത്രം മതി, മോളെ കുട്ടിനെ കണ്ടുകൂടാ. ഇങ്ങനെയൊന്നും ചെയ്യരുത് ഉമ്മാരെ. നിങ്ങളല്ലേ സ്നേഹം കൊടുക്കേണ്ടത്. ഉപ്പമാരെ, നിങ്ങളുടെ സ്നേഹം മക്കൾക്ക് കിട്ടിയാൽ മതി വരുമോ? എത്ര പ്രായമാണെങ്കിലും എന്റെ ഉമ്മയുടെ സ്നേഹം എനിക്ക് വേണം, എന്റെ മക്കളോട്, എന്റെ ഭാര്യയോട്, എന്നോട് എന്ന് ആഗ്രഹിക്കാത്തവരാരാ ഉള്ളത്? അതാരും പിശുക്കല്ലേ, വേർതിരിച്ച് കാണിക്കല്ലേ. അങ്ങനെയാണ് ഉമ്മമാരത് ചെയ്യരുത്, വേർതിരിച്ച് കാണിക്കരുത്. എല്ലാവരെയും ഒരു കണ്ണുകൊണ്ട് കാണണം. മക്കളെ, മക്കളോട് നന്മ ചെയ്യണം, നീതി ചെയ്യണമെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാഹ് പറഞ്ഞു, നിങ്ങൾക്ക് അല്ലാഹുവിലേക്ക് അടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ 10 കാര്യങ്ങൾ പറഞ്ഞു തരാം. ആദ്യത്തേത് ഖിറാഅത്തുൽ ഖുർആനി ബിത്തദബ്ബുർ, അല്ലാഹുവിന്റെ വചനങ്ങൾ അർത്ഥമറിഞ്ഞുകൊണ്ടൊന്ന് പഠിക്കാൻ സമയം കണ്ടെത്തണം. ഓതിയാൽ കൂലിയാണ്. അർത്ഥമറിയാതെ ഓതിയാലും അല്ലാഹു കൂലി തരും. അർത്ഥമറിയാതെ ഓതിയാലും കൂലിയുണ്ട്. അറിഞ്ഞോതിയാലോ ഒരുപാട് കൂലിയാണ്. ഖുർആൻ പഠിക്കണം, ഓതണം. വാട്സപ്പൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് പൂട്ടി വെക്കുക. ഇശാ മഗ്രിബിന്റെ ഇടയിലെങ്കിലും ഒന്ന് പൂട്ടി വെച്ചിട്ട് ആ സൂറത്തുൽ വാഖിഅയും ദുഹാനും യാസീനും സജ്ദയും അദ്കാറുകളും ഒക്കെ ഓതിയ എന്ത് റാഹത്തുള്ള ജീവിതമായിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ ആ നേരത്തെ പാട്ട് കേട്ടു, ശരി, പിറ്റേന്ന് ഖുർആൻ ഓതി നോക്കിയതിന്റെ സ്ഥാനത്ത് ഭയങ്കര വ്യത്യാസം കാണാൻ കഴിയും. ഖുർആൻ ഓതുന്ന മനസ്സിന് സന്തോഷം വരും, ദിക്ർ ചൊല്ലുമ്പോൾ മനസ്സിന് ആനന്ദം വരും. അത് നിർത്തി നോക്കി പെടക്കല് വരും കൽബിന്. ഇങ്ങനെ നിങ്ങൾക്ക് വരുന്നില്ലേ? അടിയന്തരമായി ചികിത്സിക്കണം. എന്തോ തകരാറുകളുടെ ബോഡിക്കുണ്ടെന്ന്. അങ്ങനെയാണ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, മനസ്സിന്റെ സമാധാനം അല്ലാഹുവിനെ ഓർക്കുന്നത് കൊണ്ട് മാത്രമാണ്. അലാ ബിദിക്രില്ലാഹ്.
രണ്ടാമത് പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി സുന്നത്ത് നിസ്കാരങ്ങൾ ചെയ്യണേ. ഫർള് മാത്രം പോരാ, സുന്നത്ത് നിസ്കരിക്കണം. ഫർളൊക്കെ റെഡി ആയിട്ടുണ്ട് കഴിഞ്ഞ റമദാനിന് ശേഷം, അല്ലെങ്കിൽ മുമ്പത്തെ റമദാൻ. ഇനി ഒന്നുകൂടെ അപ്ഗ്രേഡ് ചെയ്യണ്ടേ, കുറച്ചൊന്ന് മുന്നോട്ട് പോവാ. ദുഹറിന്റെ മുമ്പ് ഒരു 2 റക്അത്ത് സുന്നത്തെങ്കിലും കഴിഞ്ഞിട്ടൊരു 2 അല്ലെങ്കിൽ 4. 2 മതി ഉസ്താദേ, 4 പാവൂല. ആയിക്കോട്ടെ, തുടങ്ങിക്കോളൂ. മഗ്രിബിന്റെ ശേഷം 2 റക്അത്ത് സുന്നത്ത്, ഇശാഇന്റെ ശേഷം 2, സുബ്ഹി നിസ്കാരത്തിന്റെ മുമ്പ് 2 റക്അത്ത് സുന്നത്ത്. നബി തങ്ങൾ പറഞ്ഞു, റക്അത്താൽ ഫജ്രി, സുബ്ഹി നിസ്കാരത്തിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത്, ഖൈറും മിനദ് ദുനിയാ വമാ ഫീഹാ, ഈ ലോകത്തെ എല്ലാ ബാങ്കുകളിൽ കിടക്കുന്ന പൈസയും നിങ്ങളുടെ കൈകളിൽ വന്നു എന്ന് വിചാരിക്കുക. എല്ലാ മുതലാളിമാരുടെയും കൈകളിലുള്ള സമ്പത്ത് നിങ്ങളുടെ കൈകളിൽ വന്നു എന്ന് വിചാരിക്കുക. അതിനേക്കാളൊക്കെ ഖൈറാൻ സുബ്ഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് നിസ്കാരം. നമുക്ക് അർത്ഥം തിരിയില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്കാണത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുന്നത്തിന് അത്ര സ്ഥാനമുണ്ടെങ്കിൽ സുബ്ഹി നിസ്കാരത്തിന്റെ സ്ഥാനം എത്രയാണ് എന്നാണ് മഹാന്മാർ പറയാ. സുബ്ഹിന്റെ സുന്നത്തിന്റെ സ്ഥാനം എത്രയാണ്, അപ്പൊ ഫർളിന്റെ സ്ഥാനം എത്രയാണ്? ഗൈറ്റൻ അങ്ങനെ ഉണ്ട്, പിന്നെ ഉള്ളിൽ ചെന്ന പോരെന്തായിരിക്കും എന്ന് ചിന്തിക്കുന്ന പോലെ സുബ്ഹിയുടെ സുന്നത്തിന്റെ സ്ഥാനം ഇതാണ്. സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കണേ. മൂന്നാമത്തേത്, അല്ലാഹുവിനെ കുറിച്ചുള്ള ദിക്ർ വേണം, നാവിൽ ദിക്ർ വേണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ചെറുപ്പക്കാരൊക്കെ പ്രത്യേകിച്ച് ഇന്നത്തെ കാലം അങ്ങനെയാണ്. എപ്പോഴാണ് മരണത്തിനൊരു കാരണമില്ലെന്നാണ് എല്ലാ ഡോക്ടർമാരും ബുദ്ധിജീവികളും പറയും. പ്രത്യേക കാരണമൊന്നും വേണ്ട മരിക്കാൻ, ഒരു കാരണമില്ലാണ്ട് മരിക്കും, ഒരു കാരണമില്ലാണ്ട് മരിക്കുന്നു, ഒക്കെ ഓക്കെയാണ്. ആള് മരിച്ചു, എന്ത് ചെയ്യാൻ പറ്റും? നാവ് കൊണ്ട് ദിക്ർ ചൊല്ലുക. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഇത് അല്ലാഹുവിന്റെ അർശിന്റെ താഴെ നിന്നും കിട്ടിയ നിധിയാണ്. നബിയേ, ജിബ്രീൽ, മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കൂടെ 7 ആകാശങ്ങൾക്കപ്പുറത്തേക്കുള്ള ഹബീബിന്റെ യാത്രയിൽ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ 7ാം ആകാശത്ത് വെച്ച് കണ്ടുമുട്ടിയപ്പോൾ ഹബീബായ നബി തങ്ങളോട് പറഞ്ഞു, നബിയേ, സ്വർഗത്തിൽ വിത്തുപാകാനുള്ള, സ്വർഗത്തിൽ ചെടി നടാനുള്ള, സ്വർഗത്തിൽ കൃഷി ഇറക്കാനുള്ള വിത്ത് ഞാൻ നൽകട്ടെയോ നബിയേ? അങ്ങയുടെ ഉമ്മത്തികളോട് പറയണം, സ്വർഗത്തിൽ നിങ്ങൾ കൃഷി ചെയ്യണം. സ്വർഗത്തിലേക്കുള്ള വിത്തുകളാണ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. 5 കലിമാത്തിൻ, 5 കലിമത്തുകളാണ്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. 4 വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. 5 ചൊല്ലി നോക്കി, വലിയ റാഹത്തുണ്ടാവും, വലിയ ആശ്വാസം ഉണ്ടാവും, മനസ്സിന് ഭയങ്കര ശക്തി വരും. മൂന്നാമത്തേത്, 4ാമത്തേത്, അല്ലാഹുവിന്റെ സ്നേഹമാണ് നമ്മുടെ എല്ലാ സ്നേഹത്തെക്കാളും മുന്നിൽ വെക്കേണ്ടത്. 5, അല്ലാഹുവിന്റെ അസ്മാഉൽ ഹുസ്ന നമ്മൾ ഓതണം, പഠിക്കണം. അല്ലാഹുവിന്റെ 99 ഇസ്മുകൾ നമ്മൾ പഠിക്കണം. അബുദാബിയിൽ ക്ലാസ് എടുക്കാറുണ്ട്, ഖുർആൻ ക്ലാസ്. ഇപ്പൊ ഞങ്ങൾ സൂറത്ത് ത്വാഹയിലാണ്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന. അസ്മാഉൽ ഹുസ്നയെ സംബന്ധിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക. 6 ഇസ്മങ്ങാനുമായി 6 ക്ലാസ്സിലായിട്ട്. ഇനി ബാക്കി 99 ഇസ്മുകളും ഓരോ ക്ലാസ്സിലായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളത് അറിഞ്ഞു നോക്കുക. അല്ലാഹുവിന്റെ അസീസ് എന്താണ് അതിന്റെ അർത്ഥം? അല്ലാഹു വദൂദാണ്, എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? അല്ലാഹു മാലിക്കുൽ മുൽഖാൻ. അതിൻ്റെയൊക്കെ വിശദീകരണങ്ങൾ അറിഞ്ഞാൽ നമുക്ക് അല്ലാഹുവിനെ ശരിക്കും മനസ്സിലാവും. അസ്മാഉൽ ഹുസ്ന ഇതറിയില്ലേ? ഒന്ന് ചൊല്ലെങ്കിലും ചെയ്യാം. 1 മിനിറ്റ് മതി അല്ലാഹുവിന്റെ അസ്മാഉൽ ഹുസ്ന മുഴുവൻ ചൊല്ലാൻ. ചെറിയ ആപ്പുകളൊക്കെ ഉണ്ട്. അസ്മാഉൽ ഹുസ്ന എന്ന് അടിച്ചു നോക്കി നമ്മുടെ ആൻഡ്രോയിഡിലും ആപ്പിളിലൊക്കെ കിട്ടും. എന്ത് അസ്മാഉൽ ഹുസ്നയുടെ ആപ്പുകളുണ്ട്. തുറന്നു നോക്കുക. രാവിലെ സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് സൂര്യോദയത്തിന്റെ മുമ്പായിട്ട് 1 തവണ അല്ലാഹുവിന്റെ ഇസ്മുകൾ ചൊല്ലി നോക്കി. മുഴുവൻ ഭയങ്കര പവറാണ്. അത് നമുക്ക് ശക്തിയാണ്, നമുക്ക് ഈമാനിന്റെ വെളിച്ചമാണ്. 1 മിനിറ്റ് വേണ്ട ഈ 99 ഇസ്മു ചൊല്ലാൻ. 2 മിനിറ്റിന്റെ താഴെ എന്തായാലും അത്രയും വരും. കുറച്ച് പതുക്കെ ചൊല്ലിയാൽ തന്നെ. അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. എല്ലാ സംവിധാനം കയ്യിലുണ്ട്, എന്നാലും ചെയ്യൂല എന്ന് പറഞ്ഞപ്പോൾ എന്താ പിന്നെ ചെയ്യുക? അള്ളാഹു നമുക്ക് ഇത്രയൊക്കെ സൗകര്യം ചെയ്തു തന്നു, ഇനിയും നമ്മൾ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ
ആറാമത്തേത് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നമ്മൾ എപ്പോഴും കണ്ണുകൊണ്ട് കാണുകയും നാവുകൊണ്ട് അതിന് ശുക്ർ പറയുകയും ചെയ്യുക. അപ്പോഴേ നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുള്ളൂ, അള്ളാഹുലേക്ക് അടുക്കാൻ കഴിയും. എന്ത് കാണുമ്പോൾ അൽഹംദുലില്ലാഹ്, അള്ളാഹു ചെയ്ത നിഅമത്ത് കൊണ്ട് എനിക്കൊരു ബൈക്കുണ്ട്, എനിക്കൊരു വാഹനമുണ്ട്, അള്ളാഹു തന്ന നിഅമത്ത് കൊണ്ട് ഞാനൊരു കാറ് വാങ്ങിച്ചിട്ടുണ്ട്, അള്ളാഹു തന്ന നിഅമത്ത് കൊണ്ട് എനിക്കൊരു ജോലി കിട്ടിയിട്ടുണ്ട്, അള്ളാഹു തന്ന നിഅമത്ത് കൊണ്ട് ഞാൻ ആ എക്സാം പാസ്സായിട്ടുണ്ട്, അള്ളാഹു തന്ന നിഅമത്ത് കൊണ്ട് എൻ്റെ കുട്ടിക്കൊരു അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്, അള്ളാഹു തന്ന നിഅമത്ത് കൊണ്ട് എൻ്റെ കുട്ടിക്കൊരു കല്യാണം ശരിയായിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞു നോക്കി എന്ത് രസമുണ്ടാവും. അള്ളാഹുവിലേക്ക് ലിമൻ ഹാദിഹിൽ ഗനം. അറാബിയോട് ചോദിച്ചു, അറാബി, നിങ്ങൾ മേയാൻ കൊണ്ടുപോകുന്ന ഈ ആട്ടിൻകൂട്ടം ആരുടേതാണ്? ആരുടേതാണ് ഈ ആട്ടിൻകൂട്ടം? അറാബി ഖാല ലില്ലാഹി ഫീ യദി, ഇത് അല്ലാഹുവിന്റേതാണ്, പക്ഷെ എപ്പന്റെ കയ്യിലാണെന്ന് മാത്രം. അതാണ് മറുപടി. ലില്ലാഹി ഫീ യദി. മൊബൈൽ ഫോൺ ആരുതാന്ന് ചോദിച്ചാൽ അള്ളാഹിന്റെ തപ്പന്റെ കയ്യിലാണ് എന്നൊന്നും പറയണ്ട, അങ്ങ് മനസ്സിൽ കണ്ടാ മതി. പറഞ്ഞാൽ പിന്നെ ആൾക്കാർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെങ്കിലേ ഭ്രാന്തനാന്ന് പറയും. അങ്ങനെ വേണ്ട. അൽ മുഅ്മിനു ലാ യുദില്ലു നഫ്സഹു, ഒരു മുഅ്മിൻ സ്വയം അപമാനിതനാവരുത്. എന്തേ? ഇതൊക്കെ അള്ളാഹിന്റെതാണ്, അപ്പന്റെ കയ്യിൽ തന്നതാണ്, ഇപ്പൊ എന്റെ കയ്യിൽ ഏൽപ്പിച്ചതാ, എന്തൊക്കെ അവൻ ചെയ്തു കൂട്ടുമെന്ന് നോക്കാൻ. ലില്ലാഹി ഫീ, അല്ലാഹുവിന്റെ നിഅമത്തുകളെ കാണുകയും അതിന് ശുക്ർ ചെയ്യുകയും ചെയ്യണേ. ഇല്ലായ്മയും വല്ലായ്മയും പറഞ്ഞ് പരാതി പറയാതെ അല്ലാഹു തന്ന നിഅമത്തുകൾക്ക് അൽഹംദുലില്ലാഹ് ഇത് പറഞ്ഞു യാ അല്ലാഹ്. ഏഴാമത്തേത്, അള്ളാഹുവിന്റെ മുമ്പിൽ മനസ്സുകൊണ്ട് നമ്മൾ ചെറുതാവണം. അള്ളാഹുവിന്റെ മുന്നിൽ ഞാൻ ഒന്നുമല്ല എന്ന് മനസ്സുകൊണ്ട് തോന്നണം. 8, ഒരിടത്തെങ്കിലും ഒറ്റക്ക് പോയിരുന്നിട്ട് ഒന്ന് കരയണം, അള്ളാഹുവിനെ ഓർത്തൊന്ന് കരയണം. ഇത് ഓരോന്നും സൈക്കോളജി പഠിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും. അല്ലാമ ഇബ്നുൽ ഖയ്യിം തങ്ങൾ പറഞ്ഞ ഈ വാക്കിന്റെ മഹാത്മ്യം ഇതൊക്കെ ഭയങ്കര സംഭവമാണ്. ഒരു മനുഷ്യന്റെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിൽ വലിയ കാര്യങ്ങൾ ചെയ്യും ഇത്. ഒറ്റക്കിരുന്ന് ഒരു റിഫ്ലക്ഷൻ, ഒറ്റക്കിരുന്ന് കരയണം അള്ളാഹുവിന്റെ മുമ്പിൽ നിന്നുകൊണ്ട്. ഞാനൊന്നുമല്ലെന്ന ബോധ്യത്തോടുകൂടെ ദുആ ഇരക്കണം. 9, സജ്ജനങ്ങളുടെ കൂടെ ഇരിക്കണം. ഈ ഇരുത്തം അങ്ങനെയായി അള്ളാഹു സ്വീകരിക്കട്ടെ. 10, നമ്മുടെ ഹൃദയത്തിനും അള്ളാഹുവിനും ഇടയിൽ തടസ്സമാകുന്നതെല്ലാം നീക്കിക്കളയണം. നിസ്കാരത്തിനോ ഖുർആൻ ഓതാനോ നമ്മുടെ മൊബൈൽ ഫോണുകൾ തടസ്സമാണെങ്കിൽ അത് മാറ്റിവെക്കണം. അവിടെ അള്ളാഹുവിനെ ദിക്ർ ചൊല്ലാൻ, അള്ളാഹുവിനെ ഓർത്ത് ജീവിക്കാൻ നമ്മുടെ ഏതെങ്കിലും ശുഗലുകൾ നമുക്ക് തടസ്സമാണെങ്കിൽ അവയെ മാറ്റി നിർത്താൻ